ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ അംഗം ദലീന കോങ്ദുപും കേരളത്തിൽ. നോട്ടീസിന് കേരളം മറുപടി നൽകാത്തതിനെ തുടർന്നാണ് കമ്മീഷന്റെ നേരിട്ടുള്ള സന്ദർശനം. 3 ദിവസം തിരുവനന്തപുരത്ത് തങ്ങുന്ന സംഘം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുമായി ദലീന കൂടിക്കാഴ്ച നടത്തി. എസ് ശാലിനിയുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഈ നോട്ടീസിന് മറുപടി പറയാത്തതുമായി ബന്ധപ്പെട്ടാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഇവിടെ എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, പരാതിക്കാർക്ക് നേരിട്ടെത്തി പരാതി രേഖപ്പെടുത്താമെന്ന് കൂടി പി സതീദേവി ഇന്നലെ പറയുകയുണ്ടായിരുന്നല്ലേ? ദേവിക, ഇന്നലെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം ദലീന തിരുവനന്തപുരത്ത് എത്തിയത്. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അവർ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസിൽ അവർ തുടരുകയും ചെയ്യുകയാണ്. പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇതിന്റെ ഉള്ളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷൻ സമീപിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ ഒരു റിപ്പോർട്ട് അന്തിമമായി നൽകിയില്ല. ഈ നൽകാത്തതിലുള്ള അമർഷം അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് കേരളത്തിലേക്ക് എത്തി എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നുള്ളത് പരിശോധിക്കാനായി കമ്മീഷൻ അംഗം എത്തിയിട്ടുള്ളത്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ കമ്മീഷൻ അംഗത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കണ്ടിരുന്നു, വിശദാംശങ്ങൾ വിശദീകരിച്ചിരുന്നു. പ്രധാനമായും നിലവിലെ സാഹചര്യത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ തൃപ്തയാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ ദേശീയ വനിതാ കമ്മീഷനുമായി പരാതി ഉന്നയിക്കാൻ താല്പര്യമുള്ളവർക്ക് പരാതികൾ അറിയിക്കാൻ വരുന്ന 2 ദിവസം സമയമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുള്ള പരാതിക്കാരുമായി നിന്നും മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ അവരുമായി സംവദിക്കാൻ കൂടി ദേശീയ വനിതാ കമ്മീഷൻ അംഗം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതിന് അപ്പുറം എന്തെങ്കിലും വിവരങ്ങൾ തങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് പരാതിക്കാർക്കും ഒപ്പം തന്നെ ഇനി പരാതി ഉന്നയിക്കുന്നവർക്കും നടപ്പിലാക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ കടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയ്തു കൊടുക്കുമെന്നുള്ളതും പി സതീദേവി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇന്ന് ദലീന മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പരാതികളിൽ അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും 3 ദിവസത്തെ സന്ദർശനത്തിനായി തലസ്ഥാനത്തെത്തിയിരിക്കുന്ന സംഘം ഇവിടെ തുടരുകയാണ്. ഔദ്യോഗികമായി ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് ഇന്നലെ ദലീന അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും വനിതാ കമ്മീഷൻ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ പി സതീദേവി അറിയിച്ചിട്ടുണ്ട്. അതിൽ തൃപ്തയാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇന്ന് ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ യുവ നടൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയിട്ടുള്ള പരാതിക്കാരെയും ഈ സംഘം കാണുമെന്ന് നമുക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്.